ഹലോ, ഇന്ന് നമ്മൾ സ്പെഷ്യൽ അടിപൊളിയായിട്ടുള്ള മീൻകറി വയ്ക്കാൻ പോകും. അപ്പോൾ ഉമ്മ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലക്കുകളുടെ അവിടെ റെഡിയാണ്. അപ്പോൾ ഞാൻ മീൻ കൊണ്ട് കൊടുക്കാൻ പോവാം. ഇത് ഏതാ മീനെന്ന് വെച്ചാൽ ഏതാ മീനുമ്മ? ഏട്ട. അപ്പോൾ ഏട്ട നന്നാക്കി കറി വയ്ക്കുന്ന ഒരു അടിപൊളി വീഡിയോ നമുക്ക് കാണാം. കണ്ടില്ലേ, ഉപ്പ തന്നതാ 3 മീനുണ്ട്. നന്നാക്കണത് ഒരു ടാസ്ക്കാണ്. ഇപ്പോൾ അതാ പൂച്ചക്കുട്ടന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും നന്നാക്കണ വീഡിയോ കാണാം. അപ്പോൾ ഉമ്മ മീനിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കത്തി അത്രയും നല്ല മൂർച്ചയല്ലേ, തലഭാഗമായതുകൊണ്ടും കറക്റ്റായിട്ട് വെട്ടാൻ അറിയാത്തത് കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊക്കെ മീൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഉമ്മക്ക് മുറിക്കാനൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ വെട്ടി നുറുക്കിയെടുക്കുന്നുണ്ട്. ഏട്ട 400 രൂപയാണിത് വില. അപ്പോൾ ഒരു മീഡിയം ആയതുകൊണ്ട് 300 ഉറുപ്പ്യക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മളെ 300 രൂപയുടെ മുതലാണിത്. അങ്ങനെ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അത് വാഷിങ്ങിലാണ്. അപ്പോൾ ചോര കളറൊക്കെ ഉണ്ട്. നമ്മൾ 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ എത്ര പ്രാവശ്യം കഴുകണം? ഏട്ടൻ എപ്പോഴും കറി വെച്ചാലും അതുപോലെ തന്നെ എത്ര കഴുകിയാലും അതിൻ്റെ സ്മെല്ല് പോലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും മതിയാവില്ല. അപ്പോൾ ഒരു 4-5 വട്ടേലും ചുരുങ്ങിയത് കഴുകണം ഏട്ട. ഏട്ട നേരെയാക്കി വെച്ച് ഇനി നമ്മളതൊക്കെ മസാലകൾ ഇടുകയാണ്. അപ്പോൾ മഞ്ഞപ്പൊടി ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു. നമ്മൾ ഏട്ട നന്നാക്കുന്ന വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ നന്നാക്കി ഇതിൽ ക്ലീനാക്കി കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു, അതിനുശേഷം മുളക് പൊടി ഇട്ടു. അപ്പോൾ നോക്കാം നമുക്ക് ഇനി ഓരോന്ന് ഇടുന്നത് എന്താണ്, ഏട്ടക്കറി എങ്ങനെ വരും എന്താണെന്നുള്ളതൊക്കെ നോക്കാം. മല്ലിപ്പൊടി, നമ്മളിത് വറുത്ത് പൊടിച്ച കാരണം നമുക്കിതൊന്ന് ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വറുത്തതാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാക്കാം, പക്ഷേ നമ്മൾ ചൂടാക്കണില്ല. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് 2-3-4-5 ചെറിയുള്ളി, 2 പച്ചമുളക്, പിന്നെ നമ്മൾ മീഡിയം തക്കാളി 2 നാടൻ തക്കാളി, നല്ല ടേസ്റ്റ് കിട്ടാൻ നാടൻ തക്കാളി ഇടുന്നു.
അപ്പോൾ ഈ നാടൻ തക്കാളിയൊക്കെ നമുക്കിങ്ങനെ കൈ കൊണ്ട് നല്ല പോലെ ഇങ്ങനെ നിരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് നിരടി എല്ലാ സാധനവും ഇട്ട് ഒന്ന് നിരടി മുളക് പൊടി. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒരു തക്കാളി വലിപ്പത്തിൽ ഒരു പുളിയെടുത്ത്, നല്ല പുളിയൊക്കെ ഉണ്ട്, അതുപോലെ ഒത്തരി പുളി തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ പുളിയും കൂടി ഇതിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ചാറൊക്കെ നല്ലപോലെ അളവ് ചാറ് മതി. ഈ ചാറിന് ഇതൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചത് ഒഴിക്കാൻ പോണത്. രണ്ടാം പാൽ തരി ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് മതി നമുക്ക്. ഇനി നമ്മൾ മീനിടാൻ പോവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എന്താ പറയുക, മസാലയും കാര്യങ്ങളൊക്കെ ഇടാക്കിയതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു വെച്ച പച്ച മീൻ ഏട്ട നമ്മൾ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് എത്ര തിളക്കണം അമ്മ? വെന്ത് ചാറ് ഇതൊന്ന് വറ്റണം. ഇതൊന്ന് വറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് പതച്ച് വരുമ്പോൾ നമ്മൾ ഓഫാക്കിയിട്ട് ഉള്ളി കാച്ചും. അതെ, അങ്ങനെ ഉള്ളി കാച്ചി ഇനി ആവശ്യത്തിന് ഉപ്പ്. ഉള്ളി കാച്ചുമ്പോൾ തന്നെ മണം വരും, പ്രത്യേക മണം. പണ്ട് ഏട്ടക്കറി വെക്കുമ്പോൾ ഇത് നമുക്ക് ഏട്ടയുടെ കുട്ടി എന്നെങ്കിലും പറയാം. പണ്ട് കാലങ്ങളിൽ ഉപ്പ വലിയ ഏട്ടമീൻ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഒരുപാട് വലുതായതുകൊണ്ട് അതിൻ്റെ തല മാത്രം കൂട്ടുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊന്നും ചോദിച്ചാൽ അത് കൊടുക്കാണ്ട് നമ്മൾ വീട്ടിലേക്ക് ഉപ്പ ഏട്ടത്തല കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അത് നന്നായി ക്ലീനാക്കി വൃത്തിയാക്കി രണ്ട് പീസാക്കും. സെൻറ്റർ മുറിച്ച് രണ്ട് പീസാക്കിയിട്ട് ഉമ്മ മിളകിട്ട് അതിനെ വറ്റിച്ചിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ നമുക്ക് കുക്ക് ചെയ്ത് തരുമായിരുന്നു. അത് ഏത് കടയിലും അതുപോലെ തന്നെ ഏത് ഹോട്ടലിൽ വന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ അത് വീട്ടിൽ സ്പെഷ്യൽ അല്ല കളവി ഉമ്മാൻ്റെ കൈപ്പുണ്യം. അപ്പോൾ ഇല്ലേ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മൾ നല്ലോണം ഉപ്പ കച്ചവടം ചെയ്യുമ്പോൾ ഏട്ട ആര് ചോദിച്ചാലും ഉപ്പ ചാക്കിൻ്റെ അടിയിൽ വയ്ക്കും. അപ്പോൾ അവർ ചോദിച്ചാൽ ഇല്ല എന്ന് പറയണ്ടെന്ന് വെച്ചിട്ട് ചാക്കിൻ്റെ അടിയിൽ വെച്ചിട്ട് കൊണ്ടുവരും. എത്ര 2 അട്ട 3 അട്ട എടുത്താലും പക്ഷെ അതിൻ്റെ മണ്ട കൊണ്ടുവരും. മണ്ട കൊണ്ടുവന്നിട്ട് നടു പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിത്തൊക്കെ കളഞ്ഞിട്ട് മീസയും അതും ഇതൊക്കെ കെട്ടി കളഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ കറി വെച്ചിട്ട് ഒന്നുമില്ല, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി വേപ്പിലയൊക്കെ കൂടി അങ്ങോട്ട് കൂട്ടി പിഴിഞ്ഞ് നല്ല മസാലയൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് അങ്ങനെ പെനഞ്ഞ് മുളക് കറി വെച്ചിട്ട് ആ മണ്ട അതിലിട്ടിട്ട് വെച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് അങ്ങോട്ട് ഇറക്കേണ്ടല്ലോ വേപ്പിലൊക്കെ ഇട്ടിട്ട്. അയ്യോ അതൊരു അത് പക്ഷെ ഇപ്പം ഇല്ല, ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം ഇങ്ങനത്തെ ഏട്ടയും കിട്ടുന്നുണ്ട്, പക്ഷെ പണ്ടത്തെ ഒരു ഏട്ട ഇല്ല ഇപ്പോൾ. മൊത്തത്തിൽ ഉണ്ടാവും, നല്ല വിലയാണ്. പക്ഷെ അന്നൊന്നും ഇല്ല അത്ര വില. അന്നൊക്കെ എവിടെ, അന്നൊക്കെ 30 ഉറുപ്പ്യ 40 ഉറുപ്പ്യ 50 ഉറുപ്പ്യ അത്രയ്ക്ക് തന്നെ ഉള്ളൊരു മണ്ടയൊക്കെ. ഇന്നൊക്കെ മണ്ടിക്കൊക്കെ നല്ല വിലയുണ്ട്. ഇപ്പം അങ്ങനെ കിട്ടാറുമില്ല. അപ്പം ഏട്ട തന്നെ തിന്നാൻ പൂതിയായി. ഇന്നെന്തോ ഉപ്പ ചോദിച്ചപ്പോൾ തന്നു. അപ്പം നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി നമ്മൾ കയറി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലത്തെ വേപ്പലയാണ്. അപ്പോൾ ചെറിയതാ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ആവിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടല്ലേ വെന്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഏട്ടയും അതുപോലെ തന്നെ ഏട്ടയുടെ തലയൊക്കെ അങ്ങോട്ട് വെന്ത് ഒട്ടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഇനി പാല് വയ്ക്കാണ്ടല്ലോ അമ്മ? ഫസ്റ്റ് പാലോ സെക്കൻഡ് പാലോ? ഫസ്റ്റത്തെ പാല്, രണ്ടാം പാലാണിത്. ഫസ്റ്റ് പാല് നമ്മൾ ഒഴിച്ചാ ഇല്ല. ഇനി അതിൽ പാല് ഒന്നും കൂടി വറ്റണം അല്ലേ? അപ്പം ഇനി വറ്റി അതൊന്ന് കുറുകി ആ വെള്ളം പോലുള്ള ചാറ് പോലുള്ളത് മാറി കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏട്ടക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ട എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ്. എന്നും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വെക്കാൻ അറിയുന്നവരെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എന്നും
അതൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഉമ്മാനെ ഞാൻ പൊക്കോ താത്തൊന്നുമല്ല, എന്നാലും പറയണം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഏട്ടയിൽ ഇഷ്ടം എന്താ വെച്ചാൽ ഏട്ട തലയാണ്. അത് ഉമ്മ അടിപൊളിയായിട്ട് വെക്കും. ഉപ്പൊക്കെ ഉണ്ടോ? കുറച്ച് കഴിച്ചാൽ നോക്കട്ടെ. കുറച്ച് കഴിച്ചോളൂ. വേണ്ട, നല്ല സ്ട്രോങ് തേങ്ങ ഒഴിക്കാണ്ട് തന്നെ ചൊടിയുണ്ട്. നല്ല സ്ട്രോങ്. പക്ഷേ ഏട്ടയൊക്കെ കുടംപുളി ഇട്ടിട്ടാണ് വെക്കുക. പക്ഷേ നമ്മളിതിൽ കുടംപുളി ഒഴിച്ചില്ല. അതാണ് അത് കുടംപുളി നല്ലതല്ല. ഒരു കാര മണം കറിയിൽ ഇട്ടിട്ട് നമ്മൾ കറി കൂട്ടുമ്പോൾ ഒരു മണം ചോയ എന്താണെന്ന് അറിയില്ല. നമുക്ക് ചില ചള്ള് പുളിയായിട്ട് എന്തോ പ്രത്യേകിച്ച് അടിപൊളിയായിട്ട് അറിയാക്കണ്ടില്ല. വെന്ത് കിടക്കണ പീസൊക്കെ കണ്ടില്ലേ, വെന്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. കളറില്ല മേലോട്ട് കിടക്കണ പോലെ. അപ്പം അടിപൊളിയായിട്ട് ഏട്ടയൊക്കെ വെന്ത് അതിന് ചാറ് അത്യാവശ്യത്തിന് കുറച്ച് വെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ചടങ്ങാണ്. അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് തേങ്ങാപ്പാല് തേങ്ങ അരച്ച് ഒഴിച്ച് വെച്ച ഏട്ടക്കറി. അപ്പോൾ ഇനി അടുത്ത് എന്താണ് തേങ്ങാപ്പാലൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താ? കറി തിളച്ചാൽ ഇനി നമ്മൾ ഇറക്കി വെക്കുക അല്ലേ? ഉള്ളി കാച്ചി ഇറക്കുക. ഇനി അതുപോലെ ഒന്ന് പതച്ച് വരണം. പതച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളച്ച് പോകാൻ പാടില്ല. പതച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ടിട്ട് അത് കാച്ചി ഒഴിച്ചിട്ട് ഇറക്കി വെക്കാം അല്ലേ? പിന്നെ പെടച്ചയ്ക്ക് ഒക്കെ അടിപൊളിയായി കണ്ടില്ലേ? സൂപ്പറായി കറി കറിയൊക്കെ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. ഇനി കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി ഒന്ന് പതച്ച് കുമ്പളം പോലെ വരുമ്പോൾ നമ്മളത് ഓഫാക്കുക. ഓക്കെ. അപ്പം നമ്മൾ ചാറ് വെന്ത് നമ്മൾ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉള്ളി വറക്കാണ്. ഉള്ളി അപ്പോൾ ഇപ്പോൾ കറിയൊക്കെ ഏട്ടക്കറിയൊക്കെ തിളച്ച് നല്ല പോലെ ആയിട്ടുണ്ട്. നല്ല കട്ടി കണ്ടില്ലേ? നമ്മൾ ഇത് ഇങ്ങനെ തിളച്ചാൽ തേങ്ങ പാല് വേറെ പിരിയും. അപ്പോൾ കട്ടി ഉണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു കുമ്പളം പോലെ വരുന്ന പതയിൽ നമ്മൾ ഓഫാക്കി വെച്ചാൽ ഇങ്ങനെ കട്ടി കിട്ടും. കണ്ടാച്ച കറി നല്ല കട്ടിയുണ്ട്. തേങ്ങാപ്പാലിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഇറക്കി വെച്ച് ഇനിയിപ്പോൾ ഉള്ളി കാച്ചിട്ട് നമുക്ക് അപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ നമുക്കൊരു 2 മണി ഉലുവ ഇട്ടാൽ നല്ല മണം കിട്ടും. 2 മണി ഉലുവയും കൂടി നമുക്ക് ഇടാം. ഉള്ളിയൊക്കെ ഏകദേശം ആയമ്മ റെഡിയാണല്ലേ? ഉള്ളി നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാന്നറിയോ? ഈ കറി ഒന്ന് കളറ് കിട്ടാൻ നമ്മൾ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു വെള്ളാമിച്ചിട്ടല്ലേ ഇരിക്കുക. അപ്പോൾ ഒരു ചന്തത്തിന് ഒരു കളറ് കിട്ടാനും നമ്മളൊരു പണി ചെയ്യും. ഇതിലൊരു തരി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് തീ ഓഫാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ല ഭംഗിയില്ലേ മുളക് കറി? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കറി നല്ല ഭംഗിയായില്ലേ? അപ്പോൾ ഈ ഒരു കളറും നല്ലൊരു ഭംഗിയും കിട്ടാൻ ഒരു തരി മുളക് പൊടി മൂപ്പിച്ചിട്ട് ഉള്ളിയൊക്കെ കാച്ചുമ്പോൾ അതിൻ്റെ തരി മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. ഇഷ്ടമായാൽ ഇതേ ആർക്കും ഇഷ്ടമാവും. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഏട്ടക്കറി റെഡി. ഏട്ടക്കറി ഉഷാറായി. ഇനി നമുക്ക് പപ്പടം വറുത്ത് ഇനി മീൻ പൊരിക്കണം. ഓക്കെ.
അപ്പോൾ എന്തായാലും ഏട്ടൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ. Bye.